നമസ്കാരം. ഇന്ന് ഡിസംബർ 18 വ്യാഴം, ധനു 3. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രതീഷ്. ഉന്മേഷ, തെക്കൻ കേരളത്തിൽ നിരവധി വാർത്തകൾ സംഭവിക്കുന്ന ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് വഴങ്ങിയെന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതിൽ CPM-ൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ എതിർസ്വരം ഇന്നലെ ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കമുണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇന്നലെ CPM യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും എന്നതാണ് നേതാക്കൾക്കിടയിൽ അഭിപ്രായം ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഒപ്പം സർവകലാശാലയിലെ ഈ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ SFI ഉൾപ്പെടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ SFIയുടെ നിലപാട് എന്ത് എന്ന കാര്യവും ഏറെ കൗതുകമാണ്. ഇക്കാര്യത്തിൽ SFIയും നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഈ മുൻ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ ഒരു നിലപാട് കൂടി അറിഞ്ഞ ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. കോടതി വിധി തിരിച്ചടിയായാൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടന്നേക്കും. ഒപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ് SIT ഉള്ളത്. ഒപ്പം കൂടുതൽ പേരിലേക്ക് കൂടി SIT അന്വേഷണം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ഈ പാരഡി ഗാനത്തിന് പിന്നിലുള്ള അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നേക്കില്ല എന്നുള്ള വിവരമാണ് ഉള്ളത്. ഈ കേസെടുത്ത 4 പേരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയേക്കും. ഒപ്പം ഈ സൈറ്റുകളിൽ നിന്ന് ഈ പാരഡി ഗാനം നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നതാണ് പ്രധാനമായും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം സർവകലാശാലകളിലെ VC നിയമനത്തിലുണ്ടായ സമവായം ഗവർണർ രേഖാമൂലം സുപ്രീം കോടതി അറിയിച്ചിരുന്നു. സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവും കൈമാറി. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരും ചാൻസലറും സമവായത്തിൽ എത്താത്തതിനെ തുടർന്ന് VC നിയമനത്തിനായി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് 2 പേരുകൾ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് 2 സർവകലാശാലകളിലെ VC നിയമനത്തിൽ സർക്കാർ ചാൻസലർ സമവായം ഉണ്ടായത്. സാങ്കേതിക സർവകലാശാല സ്ഥിരം VCയെ ചുമതലയേറ്റെങ്കിലും ഡിജിറ്റൽ സർവകലാശാലയുടെ അധിക ചുമതലയിൽ കൂടി ഡോക്ടർ സിസ തോമസ് തുടരും. അധിക ചുമതല വഹിക്കാൻ ഡോക്ടർ സിസ തോമസിന് ലോക് ഭവൻ നിർദ്ദേശം നൽകി. ഡിജിറ്റൽ സർവകലാശാല VCയായി നിയമിതനായ ഡോക്ടർ സജി ഗോപിനാഥ് അദ്ദേഹത്തിന്റെ മാതൃസ്ഥാപനത്തിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ടാണ് തീരുമാനം. സിസ തോമസ് ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് നമ്മൾ കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി തത്സമയം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ? ഉന്മേഷ, പ്രധാനമായും കോടതികളിൽ നിന്നാണ് ഇന്ന് കൊച്ചിയിലെ വാർത്തകൾ സംഭവിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വിശദമായി വാദം കേൾക്കുകയാണ്. കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിലും രാഹുലിന് നോട്ട് അറസ്റ്റ് നൽകിയിരുന്നു. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി വാദം കേൾക്കുന്നു. ആദ്യത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് S രാജീവാണ് രാഹുലിന്റെ അഭിഭാഷകൻ. കേസ്
കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരാതിയായിരുന്നു തനിക്കെതിരെ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായ ഭാഷയിൽ തന്നെ രാഹുലിന്റെ ജാമ്യ ഹർജി എതിർക്കുന്നുണ്ട്. നിലവിൽ രാഹുലിന്റെ അറസ്റ്റ് അനിവാര്യമാണ്, അല്ലെങ്കിൽ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ അനിവാര്യമാണ്. ഇതിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് രാഹുലിന് ജാമ്യം ലഭിച്ചാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വളരെ ശക്തമായ ഒരു വാദം നമ്മൾ ഇന്ന് കോടതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ അതിന്റെ ഒരു ഓർഡർ റിസർവിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ്. അത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ ശിക്ഷാവിധി വരുന്ന ദിവസം അത് പരിഗണിക്കാൻ എടുത്തിരുന്നെങ്കിലും പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ആ ഹർജി എടുക്കും. അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കോടതിയലക്ഷ്യ ഹർജികളുണ്ട്, ചില മാധ്യമങ്ങൾക്കെതിരെ അടക്കമുള്ള ഹർജികളുണ്ട്. അതും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. മറ്റ് രാഷ്ട്രീയ വാർത്തകളാണ്, പ്രത്യേകിച്ച് എറണാകുളത്തെ മേയർ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരവായിട്ടുള്ള അതുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ നഗരസഭയെ ആര് ഭരിക്കും എന്ന കാര്യത്തിലും ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചു വരികയാണ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി കോഴിക്കോട്ടേക്കാണ് ഷഹദ് റുമാൻ കോഴിക്കോട് നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഷഹദ്? ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. അതായത് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒന്ന്, ഈ കോർപ്പറേഷനിലേക്ക് ആര് വരും, അതായത് കോർപ്പറേഷൻ മേയറായിട്ട് ആര് വരും എന്നുള്ള കാര്യത്തിലാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സസ്പെൻസ് നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഇന്ന് അതായത് ഒരു അന്തിമ തീരുമാനം എടുക്കുക ഇന്നത്തെ LDF യോഗത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം അതിന്ന് LDF യോഗത്തിൽ വെക്കുകയും പിന്നീട് അത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തടമ്പാട്ട് തായം ഡിവിഷനിൽ നിന്നും വിജയിച്ചിട്ടുള്ള O സദാശിവനാണ് മേയറാകാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മറ്റൊന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ്. അത് കോട്ടുവളി വാർഡിൽ നിന്നും വിജയിച്ചിട്ടുള്ള S ജയശ്രീയാണ്. അത് മുൻപ് തന്നെ തീരുമാനിച്ച കാര്യമാണ്. കാരണം മുസാഫിർ അഹമ്മദ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ആവുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ ജയശ്രീ ആയിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനിയൊരു അന്തിമ തീരുമാനം എടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് യോഗം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ UDF ശുദ്ധികലശം നടത്തി എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയാണ് ഈ ശുദ്ധികലശം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നൽകിയിട്ടുണ്ട് പോലീസിൽ. അതായത് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു, തന്നെ ജാതി അധിക്ഷേപം നടത്തി എന്നതാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. SC/ST ആക്ട് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ചാണകം തളിച്ചു അല്ലെങ്കിൽ ശുദ്ധികലശം നടത്തി എന്ന വാദം പൂർണ്ണമായിട്ടും തള്ളുകയാണ് UDF. ഷഹദ് റുമാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ CPIM സഹയാത്രികനും മുൻ MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വാദം കേൾക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് അപേക്ഷ പരിഗണിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം ഇന്ന് കേസ് ഡയറിയും ഹാജരാക്കും. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയിരുന്നു. കുഞ്ഞുമുഹമ്മദിന് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സിനിമാ പ്രതിസന്ധിയിൽ അയവ് വന്നെങ്കിലും എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. സമയക്കുറവാണ് അക്കാദമിയുടെ മുന്നിലുള്ള വലിയ കടമ്പ. നിലവിൽ റദ്ദ് ചെയ്യപ്പെട്ട 19 സിനിമകളിൽ 15 എണ്ണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അനുമതി ലഭിച്ചില്ലെങ്കിലും സിനിമകൾ പ്രദർശിപ്പിക്കുമെന്നാണ് സർക്കാർ തീരുമാനം. പക്ഷേ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്ത സിനിമകൾ എങ്ങനെ വീണ്ടും പ്രദർശിപ്പിക്കുമെന്ന കാര്യമാണ് ചലച്ചിത്ര അക്കാദമി ചർച്ച ചെയ്യുന്നത്. റദ്ദ് ചെയ്യപ്പെട്ട ബാറ്റിൽ ഷിപ്പ്, പൊട്മിങ്ങിനടക്കമുള്ള പല സിനിമകൾക്കും പ്രദർശന തീയതി കഴിഞ്ഞത് പ്രതിസന്ധിയാണ്. ഇനി ലഭിക്കാനുള്ള 4 സിനിമകൾക്ക് കൂടി ഉടൻ അനുമതി ലഭിക്കുമെന്നാണ് വിവരം. മേളയുടെ 7ാം ദിനമായി ഇന്ന് കൂടുതൽ ലോക സിനിമകൾ കാണികളിലേക്കെത്തും. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മുതിർന്ന നേതാവ് KC രാജഗോപാലൻ ഉയർത്തിയ ആരോപണങ്ങളും സ്വർണ്ണക്കൊള്ള, പാരഡി ഗാനത്തിനെതിരെയുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും. പാരഡി ഗാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകാനാണ് CPIM നീക്കം. മെഴുവേലി പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടാൻ കാരണം കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയാണെന്നും തന്നെ വാർഡിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് മുൻ MLA KC രാജഗോപാലന്റെ ആരോപണം. 2 വിഷയങ്ങളും ഇന്ന് ചർച്ച ചെയ്യും.
TVK അധ്യക്ഷൻ വിജയുടെ ഈറോഡ് പൊതുയോഗം ഇന്ന് നടക്കും. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് തമിഴ്നാട്ടിൽ ഒരു പൊതുയോഗത്തിനായി വിജയ് എത്തുന്നത്. ഈറോഡ് കോയമ്പത്തൂർ ബൈപ്പാസിലെ വിജയമംഗലം ടോൾ ഗേറ്റിന് സമീപത്തെ തമിഴ്നാട് ദേവസ്വം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് യോഗം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുയോഗത്തിന് പോലീസ് സമയം നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ യോഗം നിർത്താനുള്ള പൂർണ്ണ അധികാരം പോലീസിനുണ്ട് തുടങ്ങി 43 നിബന്ധനകളാണ് TVKയ്ക്ക് പോലീസ് നൽകിയിട്ടുള്ളത്. 35,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സ്ഥലം മാറ്റത്തോടെ വെട്ടിലായത് SFIയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ്. ഡോക്ടർ KS അനിൽകുമാറിന് വേണ്ടി പ്രതിഷേധിച്ചതിൽ 7 കേസുകളാണ് SFI പ്രവർത്തകർക്കെതിരെ മാത്രം എടുത്തിട്ടുള്ളത്. രജിസ്ട്രാർക്ക് വേണ്ടി നിരന്തരം വാദിക്കുകയും ഹൈക്കോടതിയിൽ പോവുകയും ചെയ്ത ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലും അറിയാതെയാണ് അദ്ദേഹം മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിയത്. കാവിക്കൊടിയേന്റെ ഭാരതാംബ വിവാദത്തിനു പിന്നാലെ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതോടെ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. നിരന്തരം സംഘർഷങ്ങൾ, പ്രതിഷേധങ്ങൾ, പോലീസ് കേസ്. ഇതേ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മാത്രം SFI പ്രവർത്തകർക്കെതിരെ നിലവിലുള്ളത് 7 ക്രിമിനൽ കേസുകൾ. പൊതുമുതൽ നശിപ്പിച്ചതിന് 5 ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്തു SFI പ്രവർത്തകർ. വളരെ അസഭ്യം പറയുന്ന, ആക്ഷേപിക്കുന്ന മോഹനൻ കുന്നുമ്മൽ സ്വയം ചിന്തിക്കേണ്ടത് തനിക്ക് എന്താണ് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്തിരിക്കാൻ യോഗ്യതയെന്നാണ്. ഒരു യോഗ്യതയുമില്ലാതെ സംഘപരിവാരത്തിൻ്റെ കാല് തിരുമുന്നു എന്ന ഒറ്റ കാരണത്താൽ സർവകലാശാലയുടെ തലപ്പത്തേക്ക് കയറിയിരിക്കുന്ന ഇയാളാണ് ഈ സർവകലാശാല ഭരണത്തെ താറുമാറാക്കുന്നത്. ഇടതുപക്ഷ നയങ്ങളെ തകർക്കാൻ, ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസ തകർക്കാൻ ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പന്മാരും അരാഷ്ട്രീയവാദികളും മൂരാച്ചികളും വർഗീയവാദികളും കൂടെ ചേരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പൂർണ്ണമായും യോഗങ്ങളിൽ ഡോക്ടർ KS അനിൽകുമാറിന് വേണ്ടി വാദിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ പോലും തീരുമാനമെടുക്കാതെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ഡോക്ടർ KS അനിൽകുമാറിന് മാത്രമായി ചുരുങ്ങി. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ മോഹനൻ കുന്നുമേലിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഡോക്ടർ സിസ തോമസ് 8 ദിവസത്തേക്ക് താൽക്കാലിക വൈസ് ചാൻസലറായി വന്ന ഡോക്ടർ സിസ തോമസ് നടത്തിയിരിക്കുന്നത് തികച്ചും സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ്. സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ്. നിയമവിരുദ്ധമായി, ക്രമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി നിരവധി പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർമാർ. AIYF, DYFI, KSU പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. മിനിറ്റ്സ് തിരുത്തിയെന്ന് സിൻഡിക്കേറ്റ് അംഗം നൽകിയ പരാതിയും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മോഹനൻ കുന്നുമേൽ നൽകിയ പരാതിയും പോലീസ് സ്റ്റേഷനിലുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. കേരള സർവകലാശാലയിൽ ഇനി സ്ഥിരം VC-ആയും രജിസ്ട്രാറായും ഗവർണറുടെ നോമിനി കൂടി വരുമോ എന്നാണ് അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. 18ാമത് ക്രഡായ് തിരുവനന്തപുരം പ്രോപ്പർട്ടി എക്സ്പോ ഡിസംബർ 20-21 തീയതികളിൽ നടക്കും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. ക്രഡായ് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന 18ാമത് പ്രോപ്പർട്ടി എക്സ്പോയാണ് 20-21 തീയതികളിൽ നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് എക്സ്പോ. ഭക്ഷ്യമന്ത്രി GR അനിൽ 20-ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വന്തം ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ആഗ്രഹമുള്ളവർക്ക് ഈ എക്സ്പോ ഏറ്റവും മികച്ചൊരു അവസരമായിരിക്കുമെന്ന് ക്രഡായ് ജനറൽ കൺവീനർ SN രഘുചന്ദ്രൻ നായർ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് 50 സ്റ്റോളോളം ഉള്ളതുണ്ട്. നമുക്ക് ഇതിന് 50 സ്റ്റോൾസ് അതേ ഒരു ഏകദേശം 140 പ്രോജക്ട്സ് റിറ രജിസ്റ്റേർഡ് പ്രോജക്ട്സ് ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നമ്പേഴ്സ് ഇല്ലെങ്കിൽ ആ സ്റ്റോള് അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഈ എക്സ്പോയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 45 days, ദാറ്റ് ഈസ് ജനുവരി 31 മുമ്പ്
ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്ത് എടുക്കുന്ന ആൾക്കാർക്ക് 1 പവൻ സ്വർണ്ണം എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ലക്കി ഡ്രോ ഉണ്ട് അതിൻ്റെ അകത്ത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖ്യ സ്പോൺസറായും സെറ കോ സ്പോൺസറായുമാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. പ്രസിഡന്റ് അരുൺ അയ്യപ്പൻ ഉണ്ണിത്താൻ, സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം 24 സംഘടിപ്പിച്ച ഓൺലൈൻ പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ശരിയുത്തരമയച്ച 12,000-ൽ-അധികം പേരിൽ നിന്ന് സമ്മാനാർഹരായ 10 പേരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു. ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സാംസങ് സ്മാർട്ട് ഫോണുകളാണ് സമ്മാനമായി നൽകുക. അല്ലെങ്കിലും നിങ്ങൾ 24 കണ്ടാൽ വിജയിക്കുമെന്നാണ് വിജയ് നമ്മൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിക്കുന്ന 100 പേർക്ക് അല്ല, 50 പേർക്ക് അല്ല, 10 പേർക്ക് 10 പേർക്ക് സമ്മാനം നൽകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം 24-നൊപ്പമുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കായി പ്രഖ്യാപിച്ച പ്രവചന മത്സരത്തിൽ 10,000-കണക്കിന് പേരാണ് പങ്കെടുത്തത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് എന്നീ 3 വിഭാഗങ്ങളായി പരിഗണിച്ചാണ് മത്സരം നടത്തിയത്. കോർപ്പറേഷനിലെ ഫലം കൃത്യമായി പ്രവചിച്ച 1639 പേരിൽ 4 പേർ സമ്മാനത്തിന് അർഹരായി. കോട്ടയം സ്വദേശിയായ ടി ആദർശാണ് ആദ്യത്തെ വിജയി. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പ് രാവിലെ 7:40 തന്നെ ആദർശ് ഫലം പ്രവചിച്ചു. 4 കോർപ്പറേഷനുകൾ UDF-നും ഓരോന്ന് വീതം LDF-ഉം NDA-യും ഭരിക്കുമെന്ന് ശരി ആയി പ്രവചിച്ച ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ടി ആദർശ് കോട്ടയം, അയാളാണ് ആദ്യത്തെ കോർപ്പറേഷനിൽ കിട്ടിയ ആള്. ആദ്യത്തെ ആദർശ് ഫലം പ്രവചിച്ച സമയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നേരത്തെ തന്നെ, അതായത് ഈ ഒരു ഫലസൂചന എന്താണെന്ന് കൃത്യമായി അറിയും മുമ്പേ തന്നെ ആദർശ് പ്രവചിച്ച് കളഞ്ഞു. ഇത് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 20 മിനിറ്റിന് മുമ്പ്, അതായത് 7:40 കോർപ്പറേഷനുകളുടെ ഫലം കോട്ടയം സ്വദേശിയായ ആദർശ പ്രവചിച്ചത്. തിരുവനന്തപുരം സ്വദേശി അനൂജ അനീഷ് ആണ് രണ്ടാമത്തെ വിജയി. എറണാകുളം സ്വദേശി ആൽബർട്ട് വാഴക്കായിൽ, കോഴിക്കോട് സ്വദേശി റിനീഷ് രാജീവ് എന്നിവരാണ് കോർപ്പറേഷൻ ഫലം പ്രവചിച്ച മറ്റു വിജയികൾ. മുനിസിപ്പാലിറ്റിയിലെ ഫലം 14 പ്രേക്ഷകർ കൃത്യമായി പ്രവചിച്ചു. 54 മുനിസിപ്പാലിറ്റികൾ UDF-ന്, 28 LDF-ന്, 2 NDA-ക്ക് എന്ന ഫലമാണ് ഇവർ വോട്ടെണ്ണൽ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ പ്രവചിച്ചത്. മുനിസിപ്പാലിറ്റി പ്രവചനത്തിൽ 3 പേരാണ് സമ്മാനത്തിന് അർഹരായത്. തിരുവനന്തപുരം സ്വദേശി അജി വർഗീസാണ് ആദ്യത്തെ വിജയി. കണ്ണൂർ സ്വദേശി NK ജയന്തി രണ്ടാമത്തെ വിജയിയും വയനാട് സ്വദേശി ദിലീപ് കുമാർ മൂന്നാമത്തെ വിജയിയുമായി. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഫലം കൃത്യമായി പ്രവചിച്ച 84 പേരിൽ നിന്നും 3 വിജയികളെ തിരഞ്ഞെടുത്തു. ഇടുക്കി സ്വദേശിയായ നിഖിൽ ബേബി, മലപ്പുറം സ്വദേശി നിഷിത, കാസർഗോഡ് സ്വദേശി PS പ്രിയ എന്നിവരാണ് ജില്ലാ പഞ്ചായത്ത് ഫലം പ്രവചിച്ച വിജയികൾ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സാംസങ് സ്മാർട്ട് ഫോണുകളാണ് വിജയികൾക്ക് സമ്മാനമായി ലഭിക്കുക. ന്യൂസ് ഡെസ്ക് 24. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുള്ള വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിലെ ചർച്ചകൾക്ക് ഇന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി പറയും. ഇന്ന് പുലർച്ചെ 1:35 വരെ നീണ്ട ചർച്ചകളാണ് ബില്ലിൽ നടന്നത്. 98 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നതിനൊപ്പം ബില്ലിന്റെ ഘടനയിൽ ഗുരുതര മാറ്റങ്ങൾ വരുത്തുന്നതിനെ പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായി എതിർത്തു. ബില്ല് പിൻവലിക്കണമെന്നും സെലക്ട് കമ്മിറ്റിക്കോ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടണമെന്ന ആവശ്യത്തിലാണ് പ്രതിപക്ഷം. ബില്ലിനെതിരെ ഇന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 22-ന് സംയുക്ത ഇടത് പാർട്ടികളുടെ പ്രതിഷേധവുമുണ്ട്. അതേസമയം ഇന്ന് ലോക്സഭയിൽ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം സംബന്ധിച്ച പ്രത്യേക ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെത്തി. ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് മോദിയെ സ്വീകരിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സന്ദർശനം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2 പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇത്. ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം കരാറിലൂടെ ഉറപ്പാകും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി പങ്കാളിത്തം അവലോകനം ചെയ്യുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശതകോടീശ്വരനും ബഹിരാകാശ സഞ്ചാരിയുമായ ജാരഡ് ഐസക് മാനെ നാസയുടെ 15ാമത് മേധാവിയായി നിയമിച്ചു. 30-നെതിരെ 67 വോട്ടുകൾക്കാണ് അമേരിക്കൻ സെനറ്റ് ഐസക് മാന്റെ നിയമനം ശരിവെച്ചത്. 42-കാരനായ ഐസക് മാനെ നേരത്തെ തൽസ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നുവെങ്കിലും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കുമായുള്ള അഭിപ്രായ ഭിന്നതകൾ തുടർന്ന് നാമനിർദ്ദേശം മരവിപ്പിക്കുകയായിരുന്നു. ചൈനയ്ക്ക് മുൻപായി അമേരിക്കയ്ക്ക് മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന ദൗത്യമാണ് ഐസക് മാന് മുന്നിലുള്ളത്. പേയ്മെന്റ് പ്രോസസിംഗ് കമ്പനിയായ ഷിഫ്റ്റ് 4ന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. $1.2 ബില്യൺ ആസ്തിയുള്ള ജാരഡ് ഐസക് മാൻ.
കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി 2 ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു. SIR നടപടികളുടെ സമയം കൂടുതൽ നീട്ടി നൽകണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം കോടതി പരിശോധിക്കും. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.